ആഹ് അപ്പൊ നമ്മള് 3 ഡേയ്സിന്റെ പ്ലേസ്മെന്റ് സെഷൻ ആണ്. അതായത് നമ്മള് ബേസിക് API ടെസ്റ്റിങ്ങും അതിന്റെ ടൂളും API എന്താണ്, അതിനകത്ത് യൂസ് ചെയ്യുന്ന ബേസിക് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് നമുക്ക് പ്രീ റിക്വസിറ്റ്സ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ജാവ അറിയണം. ടെസ്റ്റ് എൻജി നമ്മൾ ഓട്ടോമേഷനിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ടെസ്റ്റ് എൻജി അറിയണം. പക്ഷെ അങ്ങനെ കാര്യമായിട്ട് അറിയണമെന്നില്ല. ജാവയുടെ ബേസിക്സ് ഉണ്ടാവണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് എന്താണ് API എന്ന് നോക്കാം. രണ്ട് ആപ്ലിക്കേഷൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇടയിൽ ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യുന്ന ആളാണ് API. API യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ആപ്ലിക്കേഷൻസിന് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും റിക്വസ്റ്റ് സെൻഡ് ചെയ്യാനും റെസ്പോൺസ് റിസീവ് ചെയ്യാനൊക്കെ പറ്റും. ഇന്റേണലി എന്താണ് ആ ആപ്ലിക്കേഷനിൽ നടക്കുന്നതെന്ന് അറിയാതെ തന്നെ. APIയുടെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാണ്. ഫേസ്ബുക്കോ ലിങ്ക്ഡിനോ അങ്ങനെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാണ്. നമ്മൾ അതിൽ സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ അക്കൗണ്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ആക്ച്വലി എങ്ങനെയാ നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഗൂഗിൾ അക്കൗണ്ടിൽ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗൂഗിളിൽ നിന്ന് നമ്മുടെ റെക്കോർഡ്സും ഡീറ്റെയിൽസ് ഒക്കെ ഈ ആപ്പിലോട്ട് വരുവാണോ? എങ്ങനെയാ സംഭവിക്കുക? അത് ഈ APIs ത്രൂ ആണ് സംഭവിക്കുക. എല്ലാ ആപ്ലിക്കേഷനും അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് APIs ഉണ്ടാവും. ലൈക് ഗൂഗിൾ ഒക്കെ പോലത്തേതിന് ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ അതിനൊക്കെ അതിന്റെ സ്പെസിഫിക് APIs ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴാണോ ലോഗിൻ വിത്ത് ഗൂഗിൾ അല്ലെങ്കിൽ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ ഒക്കെ കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് ഗൂഗിളിന്റെ APIയിലോട്ട് സെൻഡ് ചെയ്യും. എന്നിട്ട് ഗൂഗിൾ API അത് ഗൂഗിളിന്റെ ഡാറ്റാബേസിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെ ഒരു ക്രെഡൻഷ്യൽസും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡീറ്റെയിൽസ് ഗൂഗിൾ API ത്രൂ നമ്മുടെ വെബ്സൈറ്റിലോട്ട് കൊടുക്കും. എന്നിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലിങ്ക്ഡിനോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ആ ഒരു ആപ്ലിക്കേഷനും ഗൂഗിൾ ആപ്ലിക്കേഷനും തമ്മിൽ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത് ആരാ? ഗൂഗിൾ API. ഇതേപോലെ രണ്ട് ആപ്ലിക്കേഷൻ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യുന്ന ആളാണ് API. APIs ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇന്റേണലി ഒരു ആപ്ലിക്കേഷനിൽ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യം ഉണ്ടാവില്ല. വേറൊരു റെസ്റ്റോറന്റ് അനലോജിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് ഒരു ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് ഓർഡർ ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ്? ഡയറക്റ്റ് കിച്ചണിൽ പോയിട്ടാണ് ഓർഡർ ചെയ്യുക? അല്ല, വെയിറ്റർ ത്രൂ ആണ് ഓർഡർ ചെയ്യുക. നമ്മളൊരു റിക്വസ്റ്റ് ഇന്ന ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി വേണമെന്ന് വെയിറ്റർ അടുത്ത് പറയും. വെയിറ്റർ കിച്ചണിൽ പോകും. കിച്ചണിൽ നിന്ന് തിരിച്ച് വരുന്ന ഫുഡ് നമ്മളുടെ അടുത്ത് വെയിറ്റർ ആണ് കൊണ്ടുവന്ന് തരുന്നത്. അപ്പൊ ഈ വെയിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഇപ്പൊ ക്ലയന്റും കസ്റ്റമറും കിച്ചണിന്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് പോലെ വെയിറ്റർ ആക്ട് ചെയ്യും. സെയിം പർപ്പസ് ആണ് API ചെയ്യുന്നത്. ഇവിടെ നമ്മളുടെ കസ്റ്റമറിനെ നമുക്ക് ക്ലയന്റ് ആയിട്ടും അല്ലെങ്കിൽ നമ്മളുടെ ക്ലയന്റ് ആപ്ലിക്കേഷൻ ആയിട്ടും കിച്ചണിനെ നമുക്ക് ഡാറ്റാബേസ് അല്ലെങ്കിൽ വേറൊരു ആപ്ലിക്കേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്ക് ഇൻഫോർമേഷൻ ഫെച്ച് ചെയ്തെടുക്കേണ്ട ആപ്ലിക്കേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. API എന്താന്ന് ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് തരാം, ഒന്ന് അറിയാൻ വേണ്ടിട്ട്. ഹലോ പറഞ്ഞോളൂ. ഹലോ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ റിയൽ ടൈം ആപ്ലിക്കേഷനിലാകുമ്പോൾ ഇതെങ്ങനെയാ? അവിടെ നമുക്ക് ഒരു ആപ്ലിക്കേഷനല്ലേ ഉള്ളൂ. എന്ന് വെച്ചാല് ഒരു റിയൽ എക്സാമ്പിൾ ടൈം പറയാമോ? ആപ്ലിക്കേഷൻ ഇതെങ്ങനെയാ വർക്ക് ആകുന്നേന്നൊരു ഡൗട്ട്. റിയൽ ടൈം ആപ്ലിക്കേഷൻ ഓക്കെ. ആ നമുക്ക് റിയൽ ടൈം ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്കിപ്പോ മേക്ക് മൈ ട്രിപ്പ് നോക്കാം. ഓക്കെ. മേക്ക് മൈ ട്രിപ്പ് ഇപ്പൊ നമ്മൾ എല്ലാവരും ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് അല്ലെ? അതെ. അപ്പൊ അതിൻ്റെ അകത്ത്
നമ്മളിപ്പോൾ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. നമുക്ക് ഇന്ന ഡേയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലൈറ്റ് വേണം, ഇന്ന ലൊക്കേഷനിലോട്ട് ഒരു ഫ്ലൈറ്റ് വേണം നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കുറേ ഫ്ലൈറ്റ്സ് വരും. ഇപ്പോൾ നമുക്ക് എമിറേറ്റ്സ് വരും, ഇൻഡിഗോ വരും. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ആ ഒരു ഡേയിലെ ഏത് സ്പെസിഫിക് ഫ്ലൈറ്റ് ആണ് പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടും ഇല്ലേ? അതിന്റെ അർത്ഥം ഈ മേക്ക് മൈ ട്രിപ്പിൽ ഈ ഫ്ലൈറ്റ്സിന്റെ ഒക്കെ ഡാറ്റാബേസ് ഉണ്ട് എന്നാണോ? അങ്ങനെ ഒന്ന് ആലോചിച്ചോക്കെ. ഉണ്ടാവോ? ഈ ഫ്ലൈറ്റ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഈ മേക്ക് മൈ ട്രിപ്പിൽ ഉണ്ടാവോ? ഇല്ല. ഉണ്ടാകും. കാരണം ഒരു കമ്പനീനെ കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ ഏറ്റവും ഇന്റഗ്രൽ പാർട്ടാണ് അവരുടെ ഡാറ്റാബേസ്. അപ്പൊ ഈ ഡാറ്റാബേസിന്റെ ഇൻഫോർമേഷൻസ് ഒന്നും നമുക്ക് അങ്ങനെ ഷെയർ ചെയ്യത്തില്ല വേറൊരു വെബ്സൈറ്റ് ആയിട്ടൊന്നും. അപ്പോൾ ഈ മേക്ക് മൈ ട്രിപ്പിന് ഒരു API ഉണ്ടാവും. എമിറേറ്റ്സ്, ഇൻഡിഗോ, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു ഫ്ലൈറ്റ് പറയാനുള്ളത്, എയർ ഇന്ത്യ. അപ്പൊ ഇതിനൊക്കെ ഓരോ കമ്പനിക്കും അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള APIs ഉണ്ടാവും. അപ്പൊ നമ്മൾ മേക്ക് മൈ ട്രിപ്പിൽ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യാണ്. നമുക്ക് ഇന്ന ഡേറ്റിൽ ഇന്ന ഒരു ടൈമിൽ ഒരു ഫ്ലൈറ്റ് നോക്കാനുണ്ട്, നമ്മൾ റിക്വസ്റ്റ് സെൻഡ് ചെയ്യാണ്. അപ്പോ ഈ മേക്ക് മൈ ട്രിപ്പിന്റെ API എന്ത് ചെയ്യും? ഈ ഇൻഡിഗോയുടെയും എമിറേറ്റ്സിന്റെയും എയർ ഇന്ത്യയുടെ ഒക്കെ APIയിലോട്ട് റിക്വസ്റ്റ് പാസ് ചെയ്യും. എന്നിട്ട് ഈ APIs എന്ത് ചെയ്യും? അവരുടെ സ്പെസിഫിക് ഡാറ്റാബേസിൽ പോയിട്ട് ഇന്ന ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്ത് തിരിച്ച് ഈ APIs ത്രൂ മേക്ക് മൈ ട്രിപ്പിന്റെ വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആക്കും. എന്നിട്ട് നമ്മൾക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്ത് നമ്മളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ബുക്ക് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് പേയ്മെന്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് ഈ മേക്ക് മൈ ട്രിപ്പിന്റെ API എന്ത് ചെയ്യും? ആ സ്പെസിഫിക് ഏത് ഫ്ലൈറ്റ് ആണോ ബുക്ക് ചെയ്തത് അവരുടെ APIsന് ഈ ബ്ലോക്ക് ചെയ്യാനുള്ള റിക്വസ്റ്റ് പാസ് ചെയ്യും. അവിടെ ഡാറ്റാബേസിൽ പോയിട്ട് ഇത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെയാണ് ഒരു റിയൽ ടൈം ആപ്ലിക്കേഷനിൽ API വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ആ ഒക്കെ ആണ്. ഞാൻ ചോദിച്ച ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നമ്മളിപ്പോൾ രണ്ട് ഇത് പറയുന്നുണ്ടല്ലോ. ഒന്ന് മേക്ക് മൈ ട്രിപ്പും ഒന്ന് പിന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനുള്ള രണ്ട് ആപ്പിനെ വെച്ചല്ലേ പറയുന്നത്. എപ്പോഴും ഇത് രണ്ട് ആപ്ലിക്കേഷനെ വെച്ച് വർക്ക് ചെയ്യുള്ളൂ? രണ്ട് ആപ്ലിക്കേഷൻ വെച്ച് വർക്ക് ചെയ്യുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇപ്പൊ API നമ്മളിപ്പോ ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ API നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കുള്ള ഡാറ്റാബേസിലോട്ട് നമ്മൾ റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. തിരിച്ച് നമുക്ക് റിസീവ് ചെയ്യുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, അത് നമ്മൾ ചെക്ക് ചെയ്യുക API ടെസ്റ്റിങ്ങിൽ. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നമ്മളൊരു കമ്പനി പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് API വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിലോട്ട് പോകും. അപ്പൊ നമ്മൾ റിയൽ ടൈം കാണുന്ന ഇതിനകത്ത് API എങ്ങനെയാണ് അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് മനസ്സിലാക്കും. പോകുന്ന വഴിക്ക് നമുക്ക് നോക്കാം. ഓക്കെ. അല്ല നമ്മൾ ഇപ്പോഴേ അത് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര കാര്യമായിട്ട് മനസ്സിലാവില്ല. ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് APIയുടെ ഒരു ഫോം മനസ്സിലായല്ലോ, നമ്മളുടെ റിയൽ ലൈഫിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. ബാക്കി നമുക്കൊരു കമ്പനിയിൽ എന്താ നടക്കുന്നതെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? മനസ്സിലായി. ഓക്കെ. റിയൽ ടൈം എൻവയോൺമെന്റിൽ ഞാൻ എക്സാമ്പിൾ എഴുതുന്നത് ഈ ഗൂഗിളിന്റെ ആണ്.
നമുക്ക് എന്താണ് API എന്ന് മനസ്സിലായി. ഇനി നമുക്ക് API ടെസ്റ്റിംഗ് എങ്ങനെയാണ് പിക്ചറിലോട്ട് വരുന്നതെന്ന് നോക്കാം. ഇപ്പൊ നമ്മള് മേക്ക് മൈ ട്രിപ്പിന്റെ എക്സാമ്പിൾ പറഞ്ഞു. മേക്ക് മൈ ട്രിപ്പിന് നമ്മൾ കൊച്ചിയിലോട്ടുള്ള ഒരു ഫ്ലൈറ്റ് 11ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഇപ്പൊ എത്ര ഡേറ്റ്? 16. 18-ാം തീയതിക്ക് നമ്മൾ കൊച്ചിയിലോട്ട് ഒരു ഫ്ലൈറ്റ് മോർണിംഗ് നമുക്ക് എടുക്കണം. അത് ചെക്ക് ചെയ്യുവാണ്. പക്ഷെ നമുക്ക് തിരിച്ച് റെസ്പോൺസ് വന്നത് എന്താ? ഡൽഹിയിലോട്ടുള്ള ഫ്ലൈറ്റിന്റെ ആണ് വന്നതെന്ന് വിചാരിക്കാം. സെക്കൻഡേ. ഡൽഹിയിലോട്ടുള്ള ഫ്ലൈറ്റിന്റെ ആണ് റെസ്പോൺസ് വന്നതെന്ന് വിചാരിക്കാം. അപ്പൊ എന്താ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യോ? ഇല്ല. നമ്മൾ കൊടുത്ത റിക്വസ്റ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്, വേറെ റെസ്പോൺസ് ആണ് നമുക്ക് വന്നത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യില്ല. ഇവിടെയാണ് നമുക്ക് API ടെസ്റ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. നമ്മൾ API ടെസ്റ്റ് ചെയ്യുന്ന വഴി API വർക്ക് ചെയ്തില്ലെങ്കിലാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസിന് കറക്റ്റ് തിരിച്ച് റിക്വസ്റ്റ് തിരിച്ച് റെസ്പോൺസ് വരുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ API ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ലൈക്ക് നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റിന് പ്രോപ്പർ ആയിട്ട് റെസ്പോൺസ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ്. ഓക്കെ. ഇപ്പൊ മേക്ക് മൈ ട്രിപ്പിന്റെ എക്സാമ്പിൾ പറഞ്ഞതിന്റെ ഒരു ഫിഗർ ഗൂഗിളിൽ നിന്ന് കാണിച്ചു തരാം. അത് നോക്കിയിട്ട് കാണും. ട്രിപ്പിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ തരും. അല്ലെ വേണ്ട. ഇത് വെച്ച് നോക്കാം. നമ്മളൊരു ക്ലയന്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. അപ്പൊ സെൻഡ് ചെയ്യുന്നത് ഒരു ക്ലയന്റ് ആപ്ലിക്കേഷൻ ആണ്. ഈ റിക്വസ്റ്റ് API റിസീവ് ചെയ്യുന്നു. API നമ്മുടെ ഡാറ്റാബേസോ സെർവറിലോ പോയിട്ട് ആ സ്പെസിഫിക് ഡാറ്റ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. തിരിച്ച് റെസ്പോൺസ് APIക്ക് തന്നെ കിട്ടുന്നു. ആ റെസ്പോൺസ് ക്ലയന്റിന് റിസീവ് ചെയ്യുന്നു. ഇങ്ങനെ ഇതിന്റെ ഒരു ബ്രിഡ്ജ് പോലെയാണ് API ആക്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഇത് മനസ്സിലായോ? APIയുടെ ഫീച്ചറും എന്തിനാണ് API ടെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതും ഓക്കെ ആണോ അത്? ഓക്കെ. അപ്പോ നമ്മൾ മാനുവലി API ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഓട്ടോമേഷന് റെസ്റ്റ് അഷ്വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. റെസ്റ്റ് അഷ്വേർഡ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ജാവ ബേസിക്സ് അറിയണം. പോസ്റ്റ്മാനിലാണ് ഇപ്പൊ നമ്മൾ തൽക്കാലം നമ്മളുടെ ഒരു 3-day സെഷൻ അല്ലേ. അപ്പൊ നമ്മൾ പോസ്റ്റ്മാനിൽ മാനുവലി എങ്ങനെയാണ് API ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നോക്കുക.
ഈ മാനുവലി പോസ്റ്റ്മാൻ ഒക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ബേസിക് സ്റ്റഫ്സ് അറിയാനുണ്ട്. ആദ്യത്തെ കാര്യമാണ് ക്ലയന്റ് ആൻഡ് സെർവർ. എന്താണ് ഒരു ക്ലയന്റും എന്താണ് ഒരു സെർവർ എന്ന് പറയണം. ക്ലയന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഹാർഡ്വെയർ ഡിവൈസിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് സോഫ്റ്റ്വെയർ ഡിവൈസിൽ നിന്നാണോ നമ്മൾ ഒരു സർവീസ് ആക്സസ് ചെയ്യാൻ നോക്കുന്നത്, ആ ഒരു മെഷീന് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലയന്റ് എന്ന് പറയാം. എവിടെ നിന്നാണോ നമ്മൾ സെർവറിന്റെ ഹെൽപ്പ് എടുക്കുന്നത്, ഏത് മെഷീനിൽ നിന്നാണോ നമ്മൾ സെർവറിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ക്ലയന്റ് എന്ന് പറയാം. എവിടെയാണോ ആക്ച്വൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്, ലൈക്ക് എവിടെ നിന്നാണോ നമുക്ക് ആക്ച്വൽ ഡാറ്റ ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത്, അതിനെയാണ് നമ്മൾ സെർവർ എന്ന് പറയാം. ഹലോ. പറഞ്ഞോ. അല്ല, കുറച്ചു നേരം സ്റ്റക്കായി, ഒന്നും കേട്ടില്ല. ഓക്കെ ഓക്കെ. അയ്യോ, ടൈപ്പ് ചെയ്യുന്ന വരുന്നില്ലല്ലേ, സോറി. നമ്മള് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്ലയന്റ് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? നമ്മള് ബ്രൗസറിൽ പോയിട്ട് നമ്മളിപ്പോ ഇവിടെ കൊടുത്തു, എന്ത് കൊടുത്തു, ഹൗ API. ഓക്കെ, ഇത് വേണ്ട, നമുക്ക് ഫ്ലവേഴ്സിന് കൊടുക്കാം. അപ്പൊ നമ്മള് ഇവിടെ നിന്നാണ് ഒരു ഡാറ്റനെ ഫെച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഈ ബ്രൗസറിൽ നിന്നാണ്. ഈ ബ്രൗസറിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം? ഒരു ക്ലയന്റ് ആപ്ലിക്കേഷൻ ആയിട്ട് വിളിക്കാം. ഇനി എവിടെ നിന്നാണോ നമുക്ക് ആക്ച്വലി ഈ ഡാറ്റയൊക്കെ കിട്ടുന്നത്, ഇപ്പതേ ഇവിടെ ഫ്ലവർ എന്ന് പറഞ്ഞ വിക്കിപീഡിയ ഒരു സൈറ്റ് ഉണ്ട്. ആക്ച്വലി വിക്കിപീഡിയയുടെ അകത്തുനിന്ന് ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എവിടെ നിന്നാണോ ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് കിട്ടുന്നത്, അതിനെ നമ്മൾ സെർവർ എന്ന് വിളിക്കാം. എപ്പോഴും ഒരു ബ്രൗസർ ആയിരിക്കണം എന്നില്ല ക്ലയന്റ്. ഇപ്പൊ നമുക്കൊരു സോഫ്റ്റ്വെയർ ആപ്പ് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത്, സ്പോട്ടിഫൈ അല്ലെങ്കിൽ IRCTCയുടെ ആപ്പ്, അതിൽ നിന്നൊക്കെ നമ്മൾ എന്താ റിക്വസ്റ്റ് സെൻഡ് ചെയ്യാണ്, നമുക്കൊരു ഇൻഫർമേഷൻ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ അതിനൊക്കെ നമുക്ക് ക്ലയന്റ് എന്ന് വിളിക്കാം. എവിടെ നിന്നാണോ നമുക്ക് ആക്ച്വൽ ഡാറ്റ കിട്ടുന്നത്, എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്നത്, അതിനെ നമുക്ക് സെർവർ എന്ന് വിളിക്കാം. ക്ലയന്റും സെർവറും ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ബേസിക് കാര്യം അറിയാനുള്ളത്, പോസ്റ്റ്മാൻ ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് അറിയാൻ കുറെ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ. ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ നമ്മൾ എന്തിനാ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു ക്ലയന്റും സെർവറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്തേക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ പഠിക്കേണ്ടത്. നമുക്ക് 3 ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ആണുള്ളത്. വൺ ടയർ ആർക്കിടെക്ചർ, ടു ടയർ ആർക്കിടെക്ചർ,
3-tier ആർക്കിടെക്ചർ. ആദ്യം നമുക്ക് 1-tier ആർക്കിടെക്ചർ നോക്കാം. ഈ 1-tier ആർക്കിടെക്ചറിൽ നമ്മളുടെ യൂസറും ആപ്ലിക്കേഷനും ഡാറ്റാബേസും എല്ലാം ഒരു സിസ്റ്റത്തിലായിരിക്കും. എല്ലാം സെയിം സിസ്റ്റത്തിൽ തന്നെ ആയിരിക്കും പ്രസന്റ് ആയിട്ടുണ്ടാവുക. സെപ്പറേറ്റ് സെർവറോ സെപ്പറേറ്റ് ഡാറ്റാബേസോ സെപ്പറേറ്റ് ക്ലയന്റോ ഒന്നും ഉണ്ടാവില്ല. എല്ലാം സെയിം സിസ്റ്റത്തിലായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കാൽക്കുലേറ്റർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതും ആൻസർ കിട്ടുന്നതൊക്കെ സെയിം സിസ്റ്റത്തിൽ നിന്നാണ്. നമുക്ക് സെപ്പറേറ്റ് ഡാറ്റാബേസോ കാര്യങ്ങളോ ഇടയിൽ ഒരു മീഡിയേറ്ററോ ഒന്നുമില്ല. അപ്പൊ ഇതിനെയാണ് നമ്മൾ 1-tier ആർക്കിടെക്ചർ എന്ന് പറയാം. എക്സാമ്പിൾ നമുക്ക് കാൽക്കുലേറ്ററോ MS വേർഡ് ഒക്കെ പറയാം. നമ്മുടെ സെയിം സിസ്റ്റത്തിൽ തന്നെയാണ് എല്ലാം ഉണ്ടാകുന്നത്. ഇനി അടുത്തത് 2-tier ആർക്കിടെക്ചർ. 2-tier ആർക്കിടെക്ചറിൽ നമ്മുടെ ക്ലയന്റ് ഡയറക്ട്ലി ഡാറ്റാബേസ് സെർവർ ആയിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് 2-tier ആർക്കിടെക്ചർ എന്ന് പറയാം. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും. ക്ലയന്റ് ഉണ്ടാവും, ഡാറ്റാബേസ് ഉണ്ടാവും. രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. ഇതിൽ ക്ലയന്റ് ഡയറക്ട്ലി ഡാറ്റാബേസ് സെർവർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ലൈക്ക് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലയന്റും ഡാറ്റാബേസും ഡയറക്ട്ലി ആണ് നടക്കുന്നത്. എക്സാമ്പിൾ ഇപ്പൊ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഒക്കെ ആണെങ്കിൽ ഓരോ ബാങ്കിന്റെ ഓരോ ബ്രാഞ്ചസിലും അവരുടെ കമ്പ്യൂട്ടർ അവരുടെ ഡയറക്റ്റ് ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അവർക്കൊക്കെ ഡയറക്റ്റ് ഡാറ്റാബേസിൽ നിന്നാണ് ഡാറ്റ ഫെച്ച് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഡെസ്ക്ടോപ്പ് ബാങ്കിങ് ആപ്ലിക്കേഷനിൽ ഈ 2-tier ആർക്കിടെക്ചർ ആണ്. അല്ലാതെ ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം, ഈ ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ക്ലയന്റ് നമ്മുടെ സൈറ്റിൽ കയറി ഡയറക്ട്ലി ഈ ഡാറ്റാബേസ് ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇത് ഇന്ന് മൊത്തം തിയറി സെഷൻ ആണ്. അതുകൊണ്ട് കുറച്ച് ബോറടി ആയിരിക്കും. കാരണം നമുക്ക് ഈ തിയറി ഒക്കെ നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിലാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് പാർട്ടുമാണ്. പക്ഷെ നമുക്ക് ആദ്യം ശ്രദ്ധിച്ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രാം കാര്യങ്ങളിലോട്ടൊക്കെ കടക്കും. പക്ഷെ ആദ്യം നമുക്ക് ഈ തിയറി ഒക്കെ ഡിസ്കസ് ചെയ്താലേ അതിനകത്തോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി അടുത്തതും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും 3-tier ആർക്കിടെക്ചർ ആണ്. 3-tier ആർക്കിടെക്ചറിൽ 3 ലെയേഴ്സ് ഉണ്ടാവും. ആപ്ലിക്കേഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, ഡാറ്റാബേസ് ലെയർ. ഇതില് പ്രസന്റേഷൻ ലെയർ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസർ ഇന്ററാക്ട് ചെയ്യുന്ന ലെയർ, അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ഡിസ്പ്ലേ ചെയ്യുന്നതും യൂസർ ഇൻപുട്ട് കൊടുക്കുന്നതുമായിട്ടുള്ള ലെയറിനെയാണ് പ്രസന്റേഷൻ ലെയർ എന്ന് പറയാം. ഇതിന്റെ പ്രസന്റേഷൻ ലെയർ ആണ്.
ഇതാണ് ഇതിന്റെ പ്രസന്റേഷൻ ലെയർ. ഇതിനകത്ത് യൂസർക്ക് ഇൻഫർമേഷൻസ് ഡിസ്പ്ലേ ചെയ്യാം, ഇൻപുട്സ് റിക്വസ്റ്റ് ചെയ്യാം. ഇതിനെയാണ് പ്രസന്റേഷൻ ലെയർ എന്ന് പറയാം. ഇനി അടുത്തത് ആപ്ലിക്കേഷൻ ലെയർ. ഈ ആപ്ലിക്കേഷൻ ലെയറിലാണ് നമ്മുടെ ആപ്ലിക്കേഷന്റെ ബിസിനസ് ലോജിക് ഇരിക്കുക. ഈ ആപ്ലിക്കേഷൻ ലെയർ യൂസറിന്റെ അടുത്തുനിന്ന് ഈ പ്രസന്റേഷൻ ലെയറിന് കിട്ടുന്ന റിക്വസ്റ്റുകൾ ഡാറ്റാബേസിലോട്ട് പാസ് ചെയ്യുന്നതും അതിന്റെ ലോജിക് ഒക്കെ പ്രോസസ് ചെയ്യുന്നതും ഈ ആപ്ലിക്കേഷൻ ലെയറിലാണ്. ആപ്ലിക്കേഷൻ ലെയറിലാണ് APIs പ്രസന്റ് ആയിട്ടുണ്ടാവുക. അടുത്തത് ഡാറ്റാബേസ് ലെയർ. ഡാറ്റാബേസ് ലെയറിലാണ് എന്തിരിക്കുക? നമ്മുടെ ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതൊക്കെ ഈ ഡാറ്റാബേസ് ലെയറിലാണ്. ആപ്ലിക്കേഷൻ ലെയർ റിക്വസ്റ്റ് ചെയ്യുന്ന ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഡാറ്റാബേസ് ലെയർ ആണ്. ഇപ്പൊ നമ്മളുടെ ഒരു ആക്ച്വൽ ഒരു വെബ്സൈറ്റ്, നമുക്കൊരു ഡാറ്റ ഫെച്ച് ചെയ്തെടുക്കുന്ന വെബ്സൈറ്റ് ആണെങ്കിൽ അതിന് പ്രസന്റേഷൻ ലെയർ ഉണ്ടാവും, ആപ്ലിക്കേഷൻ ലെയർ ഉണ്ടാവും. ഇതിന്റെ ഈ ഡാറ്റാബേസ് ലെയറിന്റെയും പ്രസന്റേഷൻ ലെയറിന്റെയും ഇടയിൽ ഒരു ബ്രിഡ്ജ് പോലെ. ഇപ്പൊ പ്രസന്റേഷൻ ലെയറിൽ യൂസർ ഇന്ററാക്ട് ചെയ്യുന്നത് നേരെ ആപ്ലിക്കേഷൻ ലെയറിൽ പോകും. ആപ്ലിക്കേഷൻ ലെയറിലാണ് ബിസിനസ് ലോജിക് ഇരിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള APIs ഡാറ്റാബേസ് ലെയറിലോട്ട് റിക്വസ്റ്റ് പാസ് ചെയ്യും, അവിടെ നിന്ന് റെസ്പോൺസ് റിസീവ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. ഇനി എന്താണ് API ടെസ്റ്റിങ്ങിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് നോക്കാം. ആദ്യം നമ്മളൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ എന്താ ആദ്യം നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്, ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് എന്താ? അത് നമ്മൾ പ്രസന്റേഷൻ ലെയർ ആണ് ഉണ്ടാക്കുക, UI UX ആണ് ആദ്യം ഉണ്ടാക്കുക. നമ്മൾ ആദ്യം ഡാറ്റാബേസ് ആണ് ഉണ്ടാക്കുക. ഡാറ്റാബേസ് ടെസ്റ്റ് ഉണ്ടാക്കും.
അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വലിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ എന്തായാലും 3 ടയർ ആർക്കിടെക്ചർ ആണ് ഫോളോ ചെയ്യുന്നത്. ആദ്യം ഡാറ്റാബേസ് ഉണ്ടാക്കും. പിന്നെ നമ്മളുടെ APIs ഉണ്ടാക്കും. ലൈക്ക് ആപ്ലിക്കേഷൻ ലെയറിൽ ഉണ്ടാക്കും. പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രസന്റേഷൻ ലെയർ അല്ലെങ്കിൽ ഇന്റർഫേസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോ ഈ ഡാറ്റാബേസ് ഉണ്ടാക്കി API ഉണ്ടാക്കി കുറേ ടൈം ഇതിന്റെ ഇടയിലുണ്ട്. അപ്പൊ ഈ സമയമൊക്കെ വേസ്റ്റ് ആണ്. ഹലോ നമ്മൾ ഹലോ പറഞ്ഞു ഇടയ്ക്ക് പറയുന്നതിനിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്, അതുകൊണ്ട് കണ്ടിന്യൂഷൻ കിട്ടുന്നില്ല, ചില വേർഡ്സ് കേൾക്കുന്നില്ല. എല്ലാവർക്കും എനിക്ക് അങ്ങനെയാണോ? മാത്രമേ ഉള്ളൂ ഇഷ്യൂ? ഇല്ല, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. എനിക്കായിരിക്കും ഇഷ്യൂ. ഞാൻ ഒന്ന് ഇറങ്ങിയിട്ട് കയറിക്കോട്ടെ. എന്നാ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ചോദിച്ചേ, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഹലോ. ഞാൻ കയറി. കേറി. ഓക്കെ. അപ്പോ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡാറ്റാബേസ്, പിന്നെ API, പിന്നെ പ്രസന്റേഷൻ ലെയർ. അപ്പോ ഈ ഡാറ്റാബേസും APIസും ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കുറെ ടൈം ഉണ്ട് പ്രസന്റേഷൻ ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ APIs കൂടെ ഡാറ്റാബേസിലോട്ട് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയും ടൈമും എഫേർട്ടും ലാഭമാണ്. കാരണം വെബ് ടെസ്റ്റിംഗ് നമുക്ക് അത്രയും കുറക്കാം. 70 to 80% എഫേർട്ടും ടൈമും നമുക്ക് API ടെസ്റ്റ് ചെയ്യുന്ന വഴി കുറക്കാം. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് API നമ്മൾ ഡയറക്റ്റ് ലൈക്ക് പ്രസന്റേഷൻ ലെയറിൽ കൂടെ നമ്മൾ UI നമ്മുടെ ഭംഗിയുള്ള സംഭവമൊക്കെ ക്രിയേറ്റ് ചെയ്ത് യൂസർ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്ന പോലെ റിക്വസ്റ്റ് കൊടുത്ത് ഡാറ്റാബേസിന് API ത്രൂ റെസ്പോൺസ് പാസ് ചെയ്ത് എന്നിട്ട് കറക്റ്റ് റെസ്പോൺസ് ആണോ തിരിച്ച് കിട്ടുന്നതെന്ന് നോക്കുന്നതിന് പകരം നമ്മൾ ഇന്റർഫേസിന് മുമ്പ് ഡാറ്റാബേസും APIയും ഉണ്ടാക്കി കഴിയുമ്പോൾ APIയിൽ നമ്മൾ ഡയറക്റ്റ് റിക്വസ്റ്റ് ഡാറ്റാബേസിലോട്ട് സെൻഡ് ചെയ്യും APIs ത്രൂ. എന്നിട്ട് ഡാറ്റാബേസിൽ നിന്ന് റെസ്പോൺസ് കളക്ട് ചെയ്യും. ആ റെസ്പോൺസ് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താ ആപ്ലിക്കേഷന്റെ ഏർലി സ്റ്റേജസിൽ നമുക്ക് എന്തെങ്കിലും ബഗ്സ് ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യാം. അത്രയും ടൈമും ലാഭമാണ്, എഫേർട്ടും ലെസ് ആണ്. അപ്പൊ ബാക്കിയുള്ള നമുക്ക് ഇന്റർഫേസിൽ ഓക്കെ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പോകുന്നുണ്ടോ, ഇന്ന കാര്യങ്ങളൊക്കെ വെബ് ടെസ്റ്റിംഗിൽ ചെയ്താൽ മതി. ഈ റിക്വസ്റ്റും റെസ്പോൺസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ API ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കുറച്ച് പെർസെൻറ്റേജ് നമ്മൾ വെബ് ടെസ്റ്റിംഗിൽ സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ API ടെസ്റ്റിംഗ് ചെയ്യുന്നതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ഇതാണ്. ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്ട്ലി ഡാറ്റാബേസിലോട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് റെസ്പോൺസ് റിസീവ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ബഗ് ഡിറ്റക്ഷൻ ഒക്കെ നടത്താം. 70 to 80% ഓഫ് ടൈമും എഫോർട്ടും നമുക്ക് സേവ് ചെയ്യാം. ഇത് വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് API ടെസ്റ്റിംഗ് ആണ്. അത് എഴുതി തരാം. ബോറടിക്കുന്നുണ്ടാവും തിയറി ആയതുകൊണ്ട്. പക്ഷെ നമുക്ക് ഈ തിയറി പറയാതെ പോസ്റ്റ്മാന്റെ നമ്മൾ ഡയറക്ട്ലി പോയിട്ട് പുട്ടും ഗെറ്റും പോസ്റ്റ് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല.
നമുക്ക് ടൈപ്സ് ഓഫ് APIs നോക്കാം. നമുക്ക് 2 ടൈപ്പ് ഓഫ് APIs ആണുള്ളത്. സോപ്പ് APIയും REST APIയും. സോപ്പ് API എന്ന് വെച്ച് കഴിഞ്ഞാല് സിമ്പിൾ ഒബ്ജക്ട് ആക്സസ് പ്രോട്ടോകോൾ. അതാണ് സോപ്പിന്റെ ഫുൾ ഫോം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോട്ടോകോൾ ആണ്. 2 ആപ്ലിക്കേഷൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു API ആണ്. ഇതിന്റെ ഫോർമാറ്റ് XML ഫോർമാറ്റിലാണ് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ഇത് കുറച്ച് സ്ട്രിക്റ്റ് റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുന്നതാണ്. കറന്റ്ലി സോപ്പ് APIs യൂസ് ചെയ്യുന്ന ഭയങ്കര കുറവാണ്. ലൈക്ക് ബാങ്കിങ് ആപ്ലിക്കേഷൻ, പേയ്മെന്റ് ഗേറ്റ്വേസിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സോപ്പ് API ആണ് യൂസ് ചെയ്യുന്നത്. കാരണം സോപ്പ് API കുറച്ചും കൂടെ പാടാണ്. XML ഫോർമാറ്റിൽ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് കൊണ്ടും കുറച്ച് സ്ട്രിക്റ്റ് റൂൾസ് ഫോളോ ചെയ്യുന്നതുകൊണ്ടും സോപ്പ് API യൂസ് ചെയ്യുന്നതിനേക്കാളും മച്ച് ബെറ്റർ ആണ് REST API യൂസ് ചെയ്യാൻ. ഈ REST API എന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്രസെന്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ എന്നാണ് റെസ്റ്റിന്റെ ഫുൾ ഫോം. ഇതൊരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് നമ്മൾ APIs ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ മെയിൻലി ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നത് JSON ഫോർമാറ്റ് എന്ന് പറഞ്ഞൊരു രീതിയിലാണ്. സോപ്പിൽ XMLലും റെസ്റ്റില് JSON ഫോർമാറ്റിലും. ഈ JSON ഫോർമാറ്റ് കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റും യൂസ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമാണ്. ഈ മോഡേൺ വെബ് ആപ്ലിക്കേഷൻസിലും മൊബൈൽ ആപ്ലിക്കേഷൻസിലൊക്കെ മെയിൻലി ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഈ REST APIs ആണ്. ഈ ഫേസ്ബുക്കിന്റെ API, ഇൻസ്റ്റാഗ്രാമിന്റെ API, മേക്ക് മൈ ട്രിപ്പിന്റെ API, ഇതൊക്കെ REST APIs ആണ്. കാരണം എന്താ, ഇത് ലൈറ്റ് വെയിറ്റും ഫാസ്റ്റും കുറച്ചും കൂടെ യൂസ് ചെയ്യാനായിട്ട് എളുപ്പവും അങ്ങനെയൊക്കെയാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് REST API ആണ് കേട്ടോ. REST API എന്താ, സോപ്പ് API എന്താന്ന് മനസ്സിലായോ? ഓക്കെ. ഇത് രണ്ടും ഒരുപോലെ മാനുവലിന് യൂസ് ചെയ്യോ അതോ ഒന്ന് മാനുവലിന് അങ്ങനെയാണോ? അല്ലല്ല, രണ്ടും യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് റെസ്റ്റാ. കാരണം റെസ്റ്റ് JSON ഫോർമാറ്റിലാണ്, കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആണ്, കുറച്ചും കൂടെ ഉപയോഗിക്കാനൊക്കെ എളുപ്പമാണ്. റീസെന്റ് ഉള്ള വെബ് ആപ്ലിക്കേഷൻസിലും മൊബൈൽ ആപ്ലിക്കേഷൻസിലൊക്കെ റെസ്റ്റാ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റെസ്റ്റാ യൂസ് ചെയ്യുന്നത്. സോപ്പ് അങ്ങനെ ഇപ്പൊ യൂസ് ചെയ്യാറില്ല. സോപ്പ് കുറച്ചും കൂടെ ഒരു പഴയ കൈൻഡ് ഓഫ് API ആണ്, കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. XML ഫോർമാറ്റ് ഈ JSONേക്കാളും കുറച്ചും കൂടെ വലുതും ഹെവിയും ഒക്കെയാണ്. രണ്ടും നമുക്ക് രണ്ടിനും യൂസ് ചെയ്യാം.
തെസ്ലിനെ ഇത് ഒന്നിച്ചിട്ടൊന്ന് ലാസ്റ്റ് ചാറ്റിൽ ഷെയർ ചെയ്യോ ഈ ടെക്സ്റ്റ് ഫുള്ള്? വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഷെയർ ചെയ്താൽ നന്നായിരിക്കും. നന്നായിരിക്കും. ഷെയർ ചെയ്തേരാം. ഇതെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പോകുമ്പോ അങ്ങ് നമുക്ക് മനസ്സിലായി, അപ്പൊ മനസ്സിലാവും നമുക്ക്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ടൈപ്പ് ചെയ്തായിരുന്നത്. ഇനിയിപ്പോ ലെക്ചർ നോട്ട്സ് എഴുതി എടുക്കുവാണെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അങ്ങനെ വിചാരിച്ചിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത് കേട്ടോ. അറിയാം ഇത് തിയറിയാണ്, ഭയങ്കര സിമ്പിൾ കാര്യമാണ്. കേൾക്കുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടോന്ന് തോന്നും. പക്ഷെ നമുക്ക് ഒരു 2 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓക്കെ ഓക്കെ. ഇനി ഈ സോപ്പും റെസ്റ്റ് APIയും സോപ്പ് APIയും റെസ്റ്റ് APIയും വെബ് സർവീസസ് ആണ്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് വെബ് സർവീസസ്. വെബ് സർവീസസ് ഒക്കെ നമ്മൾ ഒരു ഇന്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നോക്കുവാണെങ്കിൽ വെബ് സർവീസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ വെബ് സർവീസ് എന്ന് എല്ലാവരും ചോദിക്കും. വെബ് സർവീസസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ APIs തന്നെയാണ്. എല്ലാ APIസും വെബ് സർവീസസ് അല്ല, പക്ഷെ എല്ലാ വെബ് സർവീസസും APIs ആണ്. ഇപ്പൊ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന സമയമാണ്, ഒരു ഡെവലപ്മെന്റ് ഫേസ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് ഫേസിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ API. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ API ആ സിസ്റ്റത്തിൽ അവൈലബിൾ ആക്കിയാൽ മതി. ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിൽ അവിടെയുള്ള ആൾക്കാർക്ക് ടെസ്റ്റ് ചെയ്യാനും ഉപയോഗിക്കാനും മാത്രം അവൈലബിൾ ആക്കിയാൽ മതി. അപ്പൊ അത് കറന്റ്ലി ഒരു API ആണ്. നമ്മൾ ഇതിപ്പോ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞു, പബ്ലിക്കലി നമ്മൾ ഇത് അവൈലബിൾ ആക്കണേന്. അപ്പൊ എന്താ ചെയ്യാ, ഇത് നമുക്ക് ഇന്റർനെറ്റിൽ കൊടുക്കണം, ഇന്റർനെറ്റിൽ ആക്സസ് ചെയ്യാൻ പറ്റണം. പബ്ലിക്കലി ആൾക്കാർക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ 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 നമ്മൾ ഫ്ലവേഴ്സിന് കൊടുത്തു, ആ ഒരു വെബ്സൈറ്റ് കയറി അതിന്റെ ഡാറ്റ ഫെച്ച് ചെയ്തെടുക്കണം, ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ, അത് ഇന്റർനെറ്റിൽ അവൈലബിൾ ആക്കണം. അങ്ങനെ APIs നമ്മൾ പബ്ലിക്കലി ആക്സസ് ചെയ്യാൻ വേണ്ടി ഇന്റർനെറ്റ് കണക്ടിവിറ്റി കൊടുത്ത് നമ്മൾ ഇന്റർനെറ്റിൽ അവൈലബിൾ ആക്കുവാണെങ്കിൽ അതിനെ നമ്മൾ വെബ് സർവീസസ് എന്ന് പറയും. അല്ലാതെ ലോക്കലി സിസ്റ്റത്തിൽ തന്നെ യൂസ് ചെയ്യുന്നതിനെ നമ്മൾ APIs എന്നും, ഈ APIനെ നമ്മൾ പബ്ലിക്കലി അവൈലബിൾ ആക്കാൻ ഇന്റർനെറ്റിൽ കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ വെബ് സർവീസസ് എന്നും പറയും. അപ്പോ എല്ലാ വെബ് സർവീസസും APIs ആണ്, പക്ഷെ എല്ലാ APIസും വെബ് സർവീസുകളല്ല. ക്ലിയർ ആണോ? എനിക്കിപ്പം പറഞ്ഞ എക്സാമ്പിൾ മനസ്സിലായില്ല, ഒന്നുകൂടെ പറയുമോ? എടാ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡെവലപ്മെന്റ് ഫേസിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോ ഈ ഡെവലപ്പർ ഫേസിൽ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഫേസിൽ അപ്പൊ നമുക്ക് ഒരു കാര്യം ടെസ്റ്റ് ചെയ്യണം. അപ്പൊ API നമ്മളൊരു ഒരു സിസ്റ്റത്തിലാണല്ലോ ടെസ്റ്റ് ചെയ്യുക. അത് നമ്മൾ ഇന്റർനെറ്റിൽ കൊടുക്കണമെന്നില്ല, പബ്ലിക്കലി അവൈലബിൾ ആക്കണമെന്നില്ല. കാരണം അവിടുത്തെ ഡെവലപ്പേഴ്സിനും ടെസ്റ്റേഴ്സിനും മാത്രം മതി. അപ്പൊ അത് ഇന്റർനെറ്റിൽ അവൈലബിൾ ആക്കിയിട്ടില്ല. അപ്പൊ അതിനെ നമുക്കൊരു API എന്ന് പറയാം. ഇനി നമ്മൾ എപ്പോഴാണോ ഈ ഡിപ്ലോയ് ചെയ്യുന്ന ഫേസിൽ അല്ലെങ്കിൽ എപ്പോഴാണോ നമുക്കൊരു APIനെ പബ്ലിക്കലി അവൈലബിൾ ആക്കേണ്ടത് അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ കൊടുക്കേണ്ടത്, അപ്പൊ അത് വെബ് സർവീസ് ആവും. മനസ്സിലായോ? പ്രൊഡക്ഷൻ ഫേസിൽ നമുക്ക് API ഡിഫറെന്റ് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യണം, എക്സ്റ്റേണൽ യൂസേഴ്സിന് യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ APIനെ എന്ത് ചെയ്യണം, ഇന്റർനെറ്റിൽ എക്സ്പോസ് ചെയ്യണം. അപ്പൊ API എക്സ്പോസ് ടു ഇന്റർനെറ്റിനെയാണ് നമ്മൾ വെബ് സർവീസ് എന്ന് പറയാം. അല്ലാതെ നമ്മൾ ഇൻസൈഡ് എ സിസ്റ്റം നമ്മൾ ഡെവലപ്പേഴ്സും ടെസ്റ്റേഴ്സും ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഡെവലപ്പിംഗ് ഫേസിൽ അല്ലെങ്കിൽ QA എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഫേസിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇൻസൈഡ് എ സിസ്റ്റം, ഇന്റർനെറ്റിൽ എക്സ്പോസ്ഡ് ആക്കാതെ ടെസ്റ്റ് ചെയ്യും. അപ്പൊ അതിനെ നമ്മൾ API എന്ന് വിളിക്കും. ഇന്റർനെറ്റിൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വെബ് സർവീസ് എന്ന് വിളിക്കും. ക്ലിയർ ആയി. ഇതൊരു സർവീസ് പോലെയാണ്, ബാക്കിയുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാകുമ്പോൾ വെബ് സർവീസ്. ഇന്റർനെറ്റിൽ നമ്മൾ എക്സ്പോസ്ഡ് ചെയ്തിട്ടുണ്ടോ ഒരു APIനെ, അതാണ് വെബ് സർവീസ്. അതുകൊണ്ടാണ് എല്ലാ വെബ് സർവീസുകളും APIs ആണ്, പക്ഷെ എല്ലാ APIസും വെബ് സർവീസുകളല്ല. കാരണം നമ്മളിപ്പോ ഡെവലപ്മെന്റ് ഫേസിൽ ടെസ്റ്റിംഗ് ഫേസിൽ നമുക്ക് അതിന് ഇന്റർനെറ്റിൽ എക്സ്പോസ് ചെയ്യണമെന്നില്ല. അവർക്ക് ആ ഒരു സിസ്റ്റത്തിൽ തന്നെ അതിന് ചെക്ക് ചെയ്യാം. അപ്പൊ അത് വെറുതെ API. ഇതിനെ പബ്ലിക്കലി ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫേസിലെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനെ ഇന്റർനെറ്റിൽ എക്സ്പോസ് ചെയ്യണം. അപ്പൊ അതിനെ വെബ് സർവീസ് എന്ന് പറയും.
ഇനി നമുക്കൊരു ഇത്തിരി കൂടെ തിയറി പാർട്ട് ബാക്കിയുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് പേലോഡ് എന്താന്ന് പഠിക്കണം, URL എന്താന്ന് നോക്കണം. പിന്നെ നമുക്ക് പോസ്റ്റ്മാൻ സെറ്റപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മളുടെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യാം, പറ്റുവാണെങ്കിൽ നിർബന്ധം പറയുന്നില്ല, പറ്റുവാണെങ്കിൽ പോസ്റ്റ്മാൻ ഇല്ലാത്തവർ പോസ്റ്റ്മാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക സിസ്റ്റത്തിൽ. അങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. നമുക്ക് ടെസ്റ്റുകൾ ചെയ്ത് അങ്ങോട്ട് പോവാം. ഓക്കെ, ഓക്കെ ഇന്നത്തേക്ക് ശരി. നമുക്ക് ഇത്രയും മതി. നാളെ നമുക്ക് പറഞ്ഞു. അപ്പൊ ഈ ഡേറ്റാബേസും API തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഡാറ്റാബേസും APIയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഡാറ്റാബേസിലാണ് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുക. നമ്മൾ കാണുന്നത് യൂസർ ഇന്റർഫേസ് ആണ്. അപ്പൊ നമ്മൾ ഒരു സാധനം ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്ട്ലി ഡാറ്റാബേസിലോട്ടല്ല പോവാ. മിഡിലായിട്ട് ഒരു API ഉണ്ട്. API ത്രൂ ആണ് നമ്മുടെ റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ അതൊക്കെ പോലെയുള്ള ആപ്ലിക്കേഷനൊക്കെ 3 ടയർ ആർക്കിടെക്ചർ ആണ്. ഇപ്പം ഇതിന് പ്രസന്റേഷൻ ലെയർ ഉണ്ട്, നമ്മൾ കാണുന്ന ഒരു ലെയർ ഉണ്ട്, ഒരു ഡാറ്റാബേസ് ലെയർ ഉണ്ട്, ഡാറ്റ സ്റ്റോർ ചെയ്തേക്കുന്ന ലെയർ. ഇതിന്റെ ഇടയിലുള്ള ആളാണ് ആപ്ലിക്കേഷൻ ലെയർ. അതിൻ്റെ അകത്താണ് API സ്റ്റോർ ചെയ്തേക്കുന്നത്. ഇതിൽ എങ്ങനെ റിക്വസ്റ്റ് സെൻഡ് ചെയ്യണം, ഇതിന്റെ ബേസിക് ബിസിനസ് ലോജിക് ഒക്കെ ഈ API ഇരിക്കുന്ന ആപ്ലിക്കേഷൻ ലെയറിലാണ് ഉണ്ടാവുക. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് ഡാറ്റാബേസിലോട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് റെസ്പോൺസ് റിസീവ് ചെയ്യുന്നതൊക്കെ നമ്മൾ ആദ്യം ഇനീഷ്യൽ ഫേസിൽ ടെസ്റ്റ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ മൊത്തം ബിൽഡ് ആവുന്നേക്ക് മുമ്പേ ബഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പകുതി മുക്കാൽ ഭാഗം നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. ഈ ഒരു മിഡിൽ ലെയറിലാണ് API ഇരിക്കുന്നത്. ഓക്കെ, ഈ API ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് പോസ്റ്റ്മാൻ, റെസ്റ്റ് അഷ്യൂർ ഒക്കെ. ഓട്ടോമേഷൻ ആണെങ്കിൽ റെസ്റ്റ് അഷ്യൂർ, മാനുവലി ആണെങ്കിൽ പോസ്റ്റ്മാൻ. ക്ലിയർ ആയില്ല? നമ്മുടെ ഡേറ്റാസ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന ഡേറ്റാബേസിലാണല്ലോ. അപ്പം ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പം ആ റിക്വസ്റ്റിനെ കൊണ്ടുപോകുന്ന ആളാണോ API? അപ്പോൾ ഈ ഇന്റർഫേസും നമ്മളുടെ ഡാറ്റാബേസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യുന്ന ആളാണ് API. ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ അങ്ങനെ 3 ടയർ ആർക്കിടെക്ചർ ഒക്കെ ആണെങ്കിൽ. അപ്പൊ നമ്മൾ ഈ API ടെസ്റ്റിംഗ് കൊണ്ട് ഉപയോഗിക്കുന്നത് ആ ഡേറ്റാസ് കൊണ്ടുപോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നാണ്. അപ്പൊ നമ്മൾ ഈ API ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മളുടെ ഇപ്പൊ API വർക്ക് ചെയ്യുന്നില്ല, പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളിപ്പോ കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡൽഹിയിലോട്ടുള്ള ഫ്ലൈറ്റ് ആണ് വരുന്നെങ്കിലോ API പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ ഒരു ആപ്ലിക്കേഷൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ API വേണം. API പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന റെസ്പോൺസ് ആയിരിക്കില്ല കിട്ടുന്നത്. അപ്പൊ തന്നെ നമ്മുടെ ആപ്പ് ഫെയിൽ ആയില്ലേ. അപ്പൊ അതിനാണ് നമ്മൾ API ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെന്റ് ഫേസിലെ നമ്മൾ ആദ്യം ഡാറ്റാബേസ്, പിന്നെ API, പിന്നെ ഇന്റർഫേസ്, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇന്റർഫേസും APIs ഉണ്ടാക്കി കുറെ കഴിഞ്ഞാണ് നമ്മൾ ഇന്റർഫേസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ APIന്ന് നമ്മൾ ഡയറക്റ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് റെസ്പോൺസ് റിസീവ് ചെയ്തിട്ട് ആ റെസ്പോൺസ് പ്രോപ്പർ ആണോ എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് പ്രോപ്പർ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യും. അപ്പൊ എന്താ, ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ബഗ് ഡിറ്റക്ഷൻ നടത്താം. ടൈം അത്രയും സേവ് ചെയ്യാണ്. തിരിച്ചെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കുറച്ച് ടെസ്റ്റിംഗ് മാത്രം വെബിൽ ചെയ്താൽ മതി. ഓക്കെ ആണോ? നമുക്ക് ഇന്നത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാം, ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു ഗൈസ്. ഇത് ഞാൻ ചാറ്റിലിടാം. ഒരു സെക്കൻഡ്. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും. കോപ്പി ചെയ്തെടുത്തോ എല്ലാവരും.